ചന്ദ്രാപിന്നി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകിയാണ് അനുമോദിച്ചത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. ഈ ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളുടെ അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസിഡന്റും നമ്മുടെ തദ്ദേശ സ്വയംഭരണ പ്രസിഡന്റുമായിട്ടുള്ള ചന്ദ്രബാബു നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടാവും. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നമ്മുടെ കുട്ടികളെ വലിയ മാർക്ക് വാങ്ങിച്ച്, വലിയ മാർക്ക് എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ വഴിത്തിരിവിലേക്ക് എത്തുന്ന 10ാം ക്ലാസ്, +2 ഇത് രണ്ടും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ കഴിയുന്ന രീതിയിലേക്ക് 10ാം ക്ലാസ്സാണ് അതിൻ്റെ അടിസ്ഥാന യോഗ്യത, +2 അത് കഴിഞ്ഞതിന് ശേഷമാണ് വിവിധ മേഖലകളിലേക്ക് നമ്മൾ തിരിയുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ നല്ല മാർക്ക് വാങ്ങിച്ച് ജയിച്ച് നിങ്ങൾ അനുമോദിക്കുന്നതോടൊപ്പം തന്നെ മാർക്ക് കുറവ് വാങ്ങിച്ചവരെയും നമുക്ക് പുറയിലേക്ക് കളയാൻ കഴിയില്ല. നിസ്സാര മാർക്കിനായിരിക്കും അവർ ഫുള്ള് A+ എന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ളത്. ഒരു സാഹചര്യത്തിൽ ഇന്ന് കേരളം പോലുള്ള കൊച്ചു സംസ്ഥാനത്ത് ഇങ്ങനെ വിദ്യ അഭ്യസിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പൊതുവിദ്യാഭ്യാസ മേഖല വളർന്നു വന്നതിന് നിർണായകമായ പങ്കുവഹിച്ചത് 1957 EMS ഗവൺമെന്റിന്റെ കാലത്ത് ജോസഫ് മുണ്ടശ്ശേരി മാഷ് നടപ്പിലാക്കിയ വിദ്യാഭ്യാസ ബില്ലിന്റെ ഭാഗമായിട്ടാണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന സാഹചര്യമാണ്. പക്ഷെ നമ്മുടെ കുട്ടികളായ എൻ്റെയായും നിങ്ങളുടെയും മക്കൾ ഇതറിയാതെ പോകുന്ന സാഹചര്യം, അവർ വളർന്നു വന്ന ജീവിത സാഹചര്യം സുഖത്തിൻ്റെ സൗകര്യത്തിൻ്റെയും സാഹചര്യമാണല്ലേ. വസ്ത്രങ്ങളുണ്ട്, മൊബൈലുണ്ട്, ഭക്ഷണമുണ്ട്. ഭക്ഷണം ഇല്ലെങ്കിൽ ഓർഡർ കൊടുത്ത് വീട്ടിൽ വരുന്ന സാഹചര്യമാണ് ഇന്ന് ഓരോ വീട്ടമ്മമാർ. ഇതല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് ഞാൻ ഉൾപ്പെടുന്ന ആളുകൾ ഇത്തരം സാഹചര്യത്തിൽ വളർന്നു പോയിക്കൊണ്ടിട്ടുള്ളത്. ബാങ്ക് പ്രസിഡന്റ് MV ഹരിലാൽ അധ്യക്ഷനായി. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് BK ജ്യോതി പ്രകാശ് എന്നിവർ മുഖ്യാതിഥികളായി. നമ്മളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നമ്മുടെ മക്കളെ അനുമോദിക്കുക എന്നത് നമുക്ക് ഏറ്റവും വളരെ പ്രധാനമായൊരു കാര്യമാണ്. നമ്മുടെ ഭാവിയിലെ വാഗ്ദാനങ്ങളായി വളർന്നു വരുന്ന കുട്ടികൾ ഉന്നത വിജയം നേടിക്കൊണ്ട് മുന്നേറുന്നു എന്നതാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. നമുക്കിന്ന് നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖല ആർജിച്ചിട്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ച് എണ്ണിയാൽ തീരാത്ത കഥകൾ നമുക്കതുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. അതിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പങ്കിനെ കുറിച്ച് വളരെ വലുതായിട്ട് നമുക്ക് പറയാൻ, ഇപ്പോൾ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള സമാന്തര പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നേറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, സർക്കിൾ സഹകരണ യൂണിയൻ അംഗം AV പ്രദീപ് ലാൽ, ബാങ്ക് വൈസ് പ്രസിഡന്റ് MM ഗിരീന്ദ്രബാബു, സെക്രട്ടറി P അമ്പിളി തുടങ്ങിയവർ സംസാരിച്ചു.
ആഘോഷങ്ങൾക്കിനി രാജകീയ വേദി സമ്മാനിക്കാൻ SK പാലസ്. The luxurious convention center welcomes you. ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ. അതിമനോഹരമായ AC, non-AC ബാങ്കറ്റ് ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു. അതിഥികൾക്ക് സ്നേഹവിരുന്നൊരുക്കാൻ 16,000 സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ. കൂടാതെ വൈഡ് സ്റ്റേജസ്, സ്പേഷ്യസ് കിച്ചൺ, ബ്യൂട്ടിഫുൾ ലൗഞ്ച്, ലിഫ്റ്റ് ഫെസിലിറ്റി, കിഡ്സ് പ്ലേ സോൺ, ആംബിൾ കാർ പാർക്കിംഗ്, മോർ ആൻഡ് മോർ. ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെഡിംഗ്, റിസപ്ഷൻസ്, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, ഓൾ ഗെറ്റ് ടുഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണപ്പൊലിമയേകാൻ SK പാലസ് ഒപ്പമുണ്ട്. വരൂ, ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം. SK പാലസ് കൺവെൻഷൻ സെന്റർ, എടത്തിരുത്തി സൗത്ത്, തൃശൂർ. www.skpalace.in. You're watching True Line News.